എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 22 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ L2 എമ്പുരാൻ എന്ന സിനിമയുടെയും അതുപോലെ തന്നെ വിഷു പ്രമാണിച്ച് ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ 4 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും രണ്ടാം ദിവസമായി ഇന്നത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് വിഷു പ്രമാണിച്ച് റിലീസെത്തിയ മലയാളത്തിലെ സിനിമയാണല്ലോ ബസൂക്ക. ആദ്യ ദിവസം മുതൽ മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ബസൂക്ക എന്ന സിനിമ ആദ്യ ദിനം 3,30,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഫിഗർ വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 5 കോടി 6 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ ഹൈപ്പോ പ്രൊമോഷൻ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബസൂക്ക എന്ന സിനിമ ഒരു ഡീസന്റ് തുടക്കമാണ് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും തുടങ്ങിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടെ പുറത്തുനിന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 1,28,00,000 എത്തപ്പെട്ടിരുന്നു. അപ്പോൾ ബസൂക്ക എന്ന സിനിമയ്ക്ക് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഏകദേശം 2,50,00,000 റേഞ്ചിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബസൂക്ക എന്ന സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5,50,00,000 6 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. വിഷു പ്രമാണിച്ച് ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നസ്ലിനെ നായകനാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,70,00,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അതേസമയം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടിക്കടുത്ത് രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്നലത്തെ മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള ഗ്രോസ് 1,80,00,000 എത്തപ്പെട്ടിരുന്നു. അപ്പോൾ രണ്ടാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4,50,00,000 റേഞ്ചിലാണ്. രണ്ടാം ദിവസമായി ഇന്ന് ചിത്രത്തിന് ബസൂക്കയേക്കാൾ മികച്ച കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആലപ്പുഴ ജിംഖാന ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6,50,00,000 7 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി ബേസിൽ ജോസഫ് നായകനെത്തിയ മരണമാസം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും കളക്ഷൻ കുറവും മരണമാസത്തിന് തന്നെയാണ്. ആദ്യ ദിനം മരണമാസം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,05,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇനി ചിത്രത്തിന്റെ രണ്ടാം ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മരണമാസം എന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 50,00,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ തന്നെ മരണമാസം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ 1 കോടിയിലേക്ക് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരണമാസം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 2 ദിവസം കൊണ്ട് 2,10,00,000 എത്തപ്പെടുന്നതാണ്. അതേസമയം മരണമാസം സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4,50,00,000 റേഞ്ചിലാണ്. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസാക്കിയ തമിഴ് സിനിമയാണല്ലോ തലജിത്ത് നായകനായെത്തിയ ഗുഡ് ബാഡ് അഗ്ലി. ആദ്യ ദിവസം മുതൽ തിയേറ്ററിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. തലജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ആദ്യ ദിന കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 75,00,000 രൂപയാണ്. സമീപകാല അജിത് സിനിമകളിൽ വെച്ച് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം മികച്ച കളക്ഷനിലേക്ക് എത്തപ്പെടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ തലജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി മാറിയിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ ദിനം ചിത്രം 30,90,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്ന പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്ന് ചിത്രത്തിന്റെ കേരള ഗ്രോസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ അല്പം മുമ്പ് പുറത്തുവന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള ഗ്രോസ് 19,00,000 എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് ഏകദേശം 50,00,000 എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,20,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ മാർച്ച് മാസം 22 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നമ്മുടെ ലാലേട്ടന്റെ എക്കാലത്തും വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ L2 എമ്പുരാൻ. നിലവിൽ 15 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആദ്യ 14 ദിവസം കൊണ്ട് 83 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഏകദേശം 258 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. നിലവിൽ വിദേശ രാജ്യങ്ങളിലടക്കം ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിലാണ് മികച്ച ഹോൾഡോട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.